സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ് ഫോർ ബിഗിനേഴ്സ് മലയാളം എന്നൊരു വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ വളരെയധികം സബ്സ്ക്രൈബേഴ്സും വളരെയധികം വ്യൂസും എനിക്ക് ലഭിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു പാർട്ടായിരുന്നു ഒരു ഫ്ലോ ചാർട്ടിലൂടെ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് വിശദീകരിച്ചത്. അപ്പോൾ വളരെയധികം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, അതായത് വെറും 3 മിനിറ്റിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ ഒരാൾക്ക് ആകാംക്ഷ ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി ഞാനൊരു പ്രത്യേക വീഡിയോ, നേരത്തെ ചെയ്ത വീഡിയോ എഡിറ്റ് ചെയ്ത് അതിൽ കട്ട് ചെയ്തിട്ട് അതിൽ ആ പോർഷൻ മാത്രം ഇപ്പോൾ ഒരു വീഡിയോ ആക്കി ഇടുകയാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. പെട്ടെന്ന് മനസ്സിലാക്കേണ്ടവർ അത് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ ചെയ്ത വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ വളരെയധികം നല്ലൊരു കഥയും അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ വിശദീകരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ, ട്രേഡിംഗ് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഓൺലൈൻ ബ്രോക്കേഴ്സിൻ്റെ ലിങ്കുകളും അക്കൗണ്ട് ഓപ്പണിംഗ് പേജിലേക്കുള്ള ലിങ്കുകളും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റ് നോക്കാം. സിമ്പിളായിട്ട് ഒരു ഫ്ലോ ചാർട്ടിലൂടെ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കൺസെപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളാണെന്ന് വിചാരിക്കുക, നിങ്ങൾ ഇവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നു, മറ്റൊരാൾ ഓപ്പോസിറ്റിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷെയർ വാങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റി. അതിനുശേഷം നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ഒരു ഓർഡർ അയക്കുന്നു. ഏത് സ്റ്റോക്കാണ്, എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഓർഡറിലുണ്ടാവുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 2 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് BSE, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് NSE. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് നമ്മുടെ ഓരോരോ ട്രേഡുകളും, അതായത് ഓരോ സ്റ്റോക്കിൻ്റെയും വിക്കൽ വാങ്ങൽ നടക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഉദാഹരണത്തിന് എക്സ്ചേഞ്ചിലേക്ക് വാങ്ങാൻ അയച്ചത് ഇൻഫോസിസിൻ്റെ ഒരു 10 ഷെയർ 1000 രൂപയ്ക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതേസമയം തന്നെ അവിടെ വിൽക്കാനായിട്ട് ഒരാൾ അയാളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും ഒരു ഓർഡർ അയക്കുന്നു, 1000 രൂപയ്ക്ക് 10 എണ്ണം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വിൽക്കലും വാങ്ങലും 2 ഓർഡറുകൾ അത് മാച്ചായി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആവുകയും ആ വിൽക്കൽ വാങ്ങൽ അഥവാ ട്രേഡ് നടക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ ട്രേഡ് സെറ്റിൽമെൻറ്റ് സൈക്കിളാണ്. ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് T+2 ട്രേഡ് സെറ്റിൽമെൻറ്റ് സൈക്കിളാണ്. നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ദിവസം തന്നെ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും ആ സ്റ്റോക്ക് വാങ്ങുന്നതിൽ ആവശ്യമായിട്ടുള്ള പണം ഡെബിറ്റ് ആവുന്നു. അതേസമയം തന്നെ നിങ്ങൾക്ക് വിറ്റയാളുടെ അക്കൗണ്ടിൽ നിന്നും അയാളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും അയാളുടെ സ്റ്റോക്ക് ഡെബിറ്റ് ആവുന്നു. ഈ സ്റ്റോക്ക് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് 2 ദിവസത്തിന് ശേഷമാണ്. അതായത് T+2 ട്രേഡിംഗ് സൈക്കിളാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് നാളെ കഴിഞ്ഞായിരിക്കും. അതേപോലെ തന്നെ പണം അയാളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫുൾ ഫ്രെഡ്ജായിട്ട് എഫക്റ്റായിട്ട് ക്രെഡിറ്റ് ആവുന്നത് നാളെ കഴിഞ്ഞിട്ടേക്കായിരിക്കും. നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള പണം എപ്പോഴെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറെ കോൺടാക്ട് ചെയ്യുകയും അവർ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും.